ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആധുനിക തുർക്കിയുടെ ചരിത്രത്തിൽ വളരെ വ്യത്യസ്തമായ സംഭാവനകൾ അർപ്പിച്ച പണ്ഡിതനാണ് ഫുആദ് സസ്കിൻ. നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്ന പണ്ഡിതന്മാർക്കെല്ലാം ഒരു കൺവെൻഷണൽ ഇസ്ലാമിക് നോളജിൻ്റെ മേഖലകളിൽ നിന്നുള്ളവരാണ്. അവർ അവരുടെ മേഖലകളിലെല്ലാം വളരെ നിസ്തുലമായ സംഭാവനകളും അർപ്പിച്ചവരാണ്. നവോത്ഥാന നായകരും മുജദ്ദിദുകളായും പ്രാസ്ഥാനിക നേതാക്കന്മാരായും രാഷ്ട്രീയ ചിന്തകന്മാരായും സാമൂഹിക പരിഷ്കർത്താക്കളായെല്ലാം ആ പണ്ഡിതന്മാർ അവരുടെ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ മേഖലകളിൽ സംഭാവനകൾ അർപ്പിച്ച മഹാനായ പണ്ഡിതനാണ് ഫുആദ് സസ്കിൻ. ഇസ്ലാമിക ലോകത്ത് അന്ത്യം സംഭവിച്ചു എന്ന് കരുതപ്പെടുന്ന ശാസ്ത്രീയ ഗവേഷണ മേഖലകളിൽ, സയൻറ്റിഫിക് ഗവേഷണ മേഖലകളിലെല്ലാം വീണ്ടും ഒരു പുതിയ ചലനം സൃഷ്ടിച്ച പണ്ഡിതനാണ് ഫുആദ് സസ്കിൻ. 2018 അദ്ദേഹം മരണമടയുമ്പോഴും പോലും അദ്ദേഹത്തിൻ്റെ 18ാം വാള്യം ഇസ്ലാമിക ശാസ്ത്രീയ മേഖലകളിലുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ സംഭാവനകളെക്കുറിച്ചിട്ടുള്ള 18ാം വാള്യത്തിൻ്റെ രചനയിലായിരുന്നു അദ്ദേഹം. അത്രത്തോളം സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ മേഖലകളിൽ ആണ് കൂടുതൽ സംഭാവനകൾ ഉള്ളത്. പക്ഷേ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മതപരമായ എന്ന് നമ്മൾ കരുതുന്ന വിദ്യാഭ്യാസമില്ല എന്നതല്ല. അദ്ദേഹത്തിൻ്റെ PhD പോലും ഇമാം ബുഖാരിയുടെ രചനകളുമായും ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ രചനകളിൽ എടുത്ത റഫറൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഹദീസ് വിജ്ഞാന മേഖലകളിലും ഖുർആനികമായ ബന്ധപ്പെട്ട മേഖലകളിലും ഫിഖ്ഹുമായി തന്നെ ബന്ധപ്പെട്ട മേഖലകളിലും അദ്ദേഹം ധാരാളം സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട രചനകളും അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കാണുവാൻ കഴിയും. ഈ രീതിയിൽ ആധുനിക തുർക്കിയുടെ ചരിത്രത്തിൽ, അതായത് ആധുനിക തുർക്കി എന്ന് നമ്മൾ പറയുമ്പോൾ 1924 അതേ 1924 ഖിലാഫത്തിൻ്റെയൊക്കെ പതനത്തിന് ശേഷം ഒക്ടോബർ 24 തുർക്കിയിലെ കുർദിഷ് ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊന്നായ ബിത്ലിസിൽ ഫുആദ് സസ്കിൻ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ ആ ഭാഗത്തെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. അവിടുത്തെ ആ ഭാഗത്തെ വിലായത്തിലെ ഒരു മുഫ്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ആ പിതാവിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം അറബി ഭാഷയും ഇസ്ലാമിക വിജ്ഞാനീയ മേഖലകളിലുള്ള ആദ്യ പാഠങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പിന്നീട് ഉർസുർം എന്ന് പറയുന്ന ഭാഗത്തേക്ക് അവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം ഇസ്താംബൂൾ യൂണിവേഴ്സിറ്റിയിലേക്ക് 1941 അവിടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വരുന്നു. ആ ഭാഗത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് മാത്തമാറ്റിക്സ്, എൻജിനീയറിംഗ് പോലുള്ള ഫീൽഡുകളിലാണ്. പക്ഷേ ആ മാത്തമാറ്റീഷ്യൻ ആവുക എന്നുള്ള സ്വപ്നത്തോടു കൂടി ഇസ്താംബൂളിലെത്തിയ ഫുആദ് സസ്കിൻ്റെ അന്വേഷണ ത്വരതയും താല്പര്യത്തെയും വൈജ്ഞാനിക താല്പര്യത്തെയും ശരിയായ രീതിയിൽ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുവാനുള്ള വഴികൾ തുറന്നുവിട്ടത് അന്ന് തുർക്കിയിൽ തന്നെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഓറിയൻ്റലിസ്റ്റ് പണ്ഡിതനായിരുന്നു. ഹെൽമറ്റ് റൈറ്റർ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ ഇന്ന് നമ്മൾ അറിയുന്ന ഫുആദ് സസ്കിനിലേക്കുള്ള ഒരു വഴി തുറന്നു വിടുന്നത്. 1947 അബൂ ഉബൈദ മഅ്മർ ബിൻ അൽ മുസന്നയുടെ മജാസുൽ ഖുർആൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു റിസർച്ചിനിടയിലാണ് അദ്ദേഹം സഹീഹുൽ ബുഖാരിയുമായി ബന്ധപ്പെട്ട ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ കളക്ട് ചെയ്യാൻ ഉപയോഗിച്ച റഫറൻസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, അതുവരെയും ഓറിയൻ്റലിസ്റ്റ് സ്കോളേഴ്സ് പറഞ്ഞു വച്ചിരുന്ന ഒരു കാര്യം, ഹദീസ് ശേഖരണ മേഖലകളിലെല്ലാം ഓറൽ ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിലാണ്. റിട്ടൺ ഹിസ്റ്ററി അവർക്കില്ല, റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഇല്ല. ഈ പറയുന്ന ആൾക്കാരൊക്കെ അവിടെ ഇവിടെയും അന്വേഷിച്ച് നടന്ന് നമ്മൾ അറിയുന്ന ഇമാമുമാരെല്ലാം, സിഹാസത്തെ ആവട്ടെ ബാക്കിയുള്ള 6 പേരാവട്ടെ, അവരെല്ലാവരും
കാണുന്നിടത്തൊക്കെ സംസാരിച്ചും അവർക്ക് പരിചയമുള്ളത് കേട്ടും അത് പകർത്തി എഴുതിയതാണ് എന്ന രീതിയിലുള്ള ഒരു ഓറിയൻ്റലിസ്റ്റ് ചരിത്ര വ്യാഖ്യാനം ഹദീസിനെ കുറിച്ച് പരന്നിരുന്ന സാഹചര്യത്തിലാണ് ഫുആദ് സസ്കിൻ ഈ ഒരു അന്വേഷണത്തിന് തുടക്കമിടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സഹീഹ് ബുഖാരി കൈനക്കിളാർ എന്ന പേരിൽ തുർക്കിയിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ദ സോഴ്സ് ഓഫ് സഹീഹ് ബുഖാരി എന്ന പേരിൽ അദ്ദേഹം PhD 1954 തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ വിഷയത്തിലാണ് അദ്ദേഹം PhD ചെയ്യുന്നത്. ആ മേഖലയിൽ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം അതിൻ്റെ രചനകളിൽ മുഹദ്ദിസ് പണ്ഡിതന്മാർ റിട്ടൺ ഡോക്യുമെൻ്റ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് 100% അവരുടെ റെഫറൻസ് ആയി സ്വീകരിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഖലകളിലുള്ള ഓറിയൻ്റലിസ്റ്റ് ചരിത്ര വ്യാഖ്യാനത്തെ തള്ളിക്കളയുന്ന തരത്തിലുള്ള ഒരു സംഭാവന അദ്ദേഹത്തിൻ്റെ മേഖലകളിൽ നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഹദീസുമായി ബന്ധപ്പെട്ട വിവിധ പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ രചനകളിലുണ്ട്. ഫുആദ് സസ്കിൻ തന്നെ ഹദീസിനെ കുറിച്ച് പറയുന്ന വിവിധ രീതികൾ നമുക്ക് കാണാം. അദ്ദേഹം തന്നെ പറയുന്നത് ഹദീസ് കാലഘട്ടത്തിൽ തന്നെ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ ആൾക്കാർ അത് സമാഹരിച്ചു വെച്ചിരുന്നെന്നും, പ്രത്യേകിച്ച് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരണ സംഭവം നടക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയും ഇവരും സമാഹരിച്ചു വച്ചിരുന്നെന്നും, ഇമാം സുഹരിയുടെ കാലമൊക്കെ ആയപ്പോഴത്തേക്കും എഴുത്തും വായനയിലും എല്ലാം വളരെ ഔന്നത്യം പ്രാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെല്ലാവരും ക്രോഡീകരിക്കേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു നിരീക്ഷണങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിജ്രി 125 സമയത്തിൽ ഉമയ്യ കാലഘട്ടത്തിലെല്ലാം അതിൻ്റെ ഒരു വികാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് അൽ ജാമിയ, ഖത്താദയുടെ കിതാബുൽ മനാസിക്, റബി അൽ ഹബീബ് അൽ ബസരിയുടെ അൽ ജാമിയ തുടങ്ങിയ രചനകളിലെല്ലാം ഈ ആദ്യ ഉമയ്യ കാലഘട്ടത്തിൽ തന്നെ രചിക്കപ്പെട്ടതായും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹദീസിൻ്റെ കൈമാറ്റത്തിന് ആദ്യഘട്ടത്തിൽ 8 വ്യത്യസ്ത രീതികൾ അവലംബിച്ചിരുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. സമാ, ഖിറാഅ, ഇജാസ, മുനാവല, ഇഅ്ലാമു റാവി, വസിയ, വിജാദ, കിതാബത്ത്. ഇതൊക്കെ എഴുത്തിൻ്റെയും ഡിപ്ലോമ, അതായത് പണ്ഡിതനാവുക, ഹദീസ് പണ്ഡിതനാവുമ്പോൾ ആ ഉസ്താദിൽ നിന്ന് കേട്ടുവാങ്ങുന്ന ഡിപ്ലോമ, ഇജാസത്തയുടെയും അങ്ങനെ വിവിധ ഘട്ടങ്ങളുണ്ട്. ഇതെല്ലാം കടന്നു വന്ന് കറക്റ്റായി വളരെ പൂർണ്ണമായ പെർഫെക്റ്റോടുകൂടി ഹദീസ് അതിൻ്റെ റിപ്പോർട്ടിങ് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഇജാസത്ത് മുമ്പ് ലഭിച്ചിരുന്നുള്ളൂ. അപ്പോൾ അത്രത്തോളം ഹദീസിൻ്റെ കളക്ഷൻ പോലും മുൻകാലങ്ങളിൽ ശരിയായി നടന്നിരുന്നതായും അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഈ തരത്തിലാണ് ഫുആദ് സസ്കിൻ ഹദീസിൻ്റെ മേഖലയിലുള്ള കോൺട്രിബ്യൂഷൻ കൂടുതൽ നൽകുന്നത്. ഇത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുർക്കിഷ് ഓറിയൻ്റലിസ്റ്റ് പണ്ഡിതൻ എന്ന നിലയിൽ തന്നെയാണ് ഫുആദ് സസ്കിനെ ലോകം അറിയുന്നത്. കാരണം അദ്ദേഹം തുർക്കിയിലാണ്, ബിത്തിരിസിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് അവിടെ ഇസ്താംബുൾ യൂണിവേഴ്സിറ്റിയിൽ അവിടെ വർക്ക് ചെയ്യുന്നതും വിവിധ സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുകയും ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നുണ്ട്. 1950കളിൽ നമ്മൾ പലപ്പോഴും സംസാരിച്ചിരുന്ന 50കളിൽ ഉണ്ടായിരുന്ന ഒരു തുറസ്സായ രാഷ്ട്രീയ സമീപനങ്ങൾ, വൈജ്ഞാനികമായ വ്യവഹാരങ്ങൾ, ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെ ഒരു പുനർജന്മം അല്ലെങ്കിൽ ഒരു നവജാഗരണം, അതിൻ്റെ കൂടെ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായ ചില വികാസങ്ങൾ, മൾട്ടി പാർട്ടി ഒരു സിസ്റ്റം രൂപപ്പെടുക, അതിൽ മൾട്ടി പാർട്ടി സിസ്റ്റം രൂപപ്പെട്ടതിൽ അന്ന് ജയിച്ചു കയറിയ അദ്നാൻ മെൻഡലസിൻ്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പോലും ഫുആദ് സസ്കിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അതിൽ മെമ്പറായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇത് വലിയൊരു പ്രശ്നമാവുകയും ചെയ്തു. അതായത് ഇതിൻ്റെ കുടുംബപരമായി ഈ ബന്ധം തന്നെ വലിയ പ്രശ്നമായി മാറി. 1960 ഒരു പട്ടാള അട്ടിമറി സംഭവിക്കുന്നുണ്ട്. അന്ന് ഇസ്താംബുൾ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അധ്യാപക ജോലിയിലായിരുന്നു. അത് നഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഈ പട്ടാള അട്ടിമറിയുടെ ഭാഗമായി പട്ടാള ഭരണകർത്താക്കൾ പുറപ്പെടുവിച്ച ഒരു സർക്കുലറിൽ 147 അപകടകാരികളായ പ്രൊഫസേഴ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കപ്പെട്ടിരുന്നു. ആ ലിസ്റ്റിൽ ഫുആദ് സസ്കിനും ഉണ്ടായിരുന്നു. അതിന് ഒന്നാമത്തെ കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൊവിഷണൽ സെക്രട്ടറി ചെയർമാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ. അതിൻ്റെ കൂടെ തന്നെ ഇവർ കുർദിഷ് വംശജരാണ്. കുർദിഷ് വംശജർ തുർക്കിയുടെ രാഷ്ട്രീയത്തിൽ 1920കൾ മുതൽ ഏകദേശം നിലവിൽ വരെയെങ്കിലും അല്ലെങ്കിൽ 2000 വരെയെങ്കിലും കുർദിഷ് ജനതയോട് തുർക്കിഷ് ഭരണകൂടം ഒരു വില്ലൻ എന്ന രീതിയിലാണ് കണ്ടിരുന്നത്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും
വളരെ ശക്തമായ സൂക്ഷ്മമായ സർവൈലൻസിൻ്റെ കീഴിലായിരുന്നു വെച്ചിരുന്നത്. അവരുടെ ഭാഷയ്ക്കോ സംസ്കാരത്തിനോ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കോ അവരുടെ എല്ലാ തരത്തിലുള്ള ആവിഷ്കാര പ്രവർത്തനങ്ങൾക്കൊക്കെ ശക്തമായ ഒരു ബാൻ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് കുർദിഷ് വംശജരാണ് പ്രശ്നമുണ്ടാക്കിയത് എന്ന ഒരു വ്യാഖ്യാനം തുർക്കിയിലുടനീളം ശക്തമായിരുന്നു. അതിൻ്റെ ഇടയിലും കുറച്ച് മിലിറ്റൻറ്റുകൾ, PKK എന്നറിയപ്പെടുന്ന കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി എന്നൊക്കെ വിളിക്കപ്പെടുന്ന മിലിറ്റൻറ്റുകൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവുന്നതും ഭരണകൂടത്തിന് ഇവരോടുള്ള ശത്രുത കൂടാനും കാരണമായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കുർദിഷ് വംശജനാണ് എന്ന പേരിൽ തന്നെയും ഇദ്ദേഹത്തെയും വില്ലനാക്കി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം മറ്റു ഭാഗത്തേക്ക്, അതായത് തുർക്കിയുടെ പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴിവ്, ഇദ്ദേഹത്തിൻ്റെ കാലിബർ, ശാസ്ത്രീയ ഒരു സൂക്ഷ്മത, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ ഇത് അമേരിക്കയിലും ജർമ്മൻ അടക്കമുള്ള ഭാഗങ്ങളൊക്കെയും ശ്രദ്ധിക്കപ്പെടുകയും അവരെല്ലാം അദ്ദേഹത്തിന് ഒരു അംഗത്വം നൽകുവാനും അദ്ദേഹത്തെ ആ ഭാഗത്തേക്ക് സ്വീകരിക്കാനുള്ള താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുന്നത് കാണാം. പക്ഷേ ഇദ്ദേഹം പിന്നീട് ജർമ്മനിയിലേക്കാണ് പോകുന്നത്. 1961 ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റിയിലും പിന്നെ ഗോയ്ത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ അദ്ദേഹം അധ്യാപകനാവുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ്, ജർമ്മൻ പ്രവാസ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ രചനകളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഏകദേശമെല്ലാം ജർമ്മൻ ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ് ഏത് ഭാഷയിലാണോ താൻ ഒരു വിഷയം സംസാരിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത്, ആ ഭാഷ തനിക്ക് പഠിക്കണമെന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ അറബി, പേർഷ്യൻ, ഗ്രീക്ക്, ജർമ്മൻ അടക്കമുള്ള ഒട്ടുമിക്ക ഭാഷകളും കൂടി പഠിച്ച ഒരു ലിംഗ്വിസ്റ്റിക്കും കൂടിയായിരുന്നു ഫുആദ് സസ്ഗിൻ. ഈ കാലഘട്ടത്തിലാണ് ജർമ്മനിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം അവിടെ അറബ് ഇസ്ലാം സയൻസ് ഹിസ്റ്ററി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അദ്ദേഹം സ്ഥാപിക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം 1400-ലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലോ അദ്ദേഹം എഴുതിയതായിട്ടോ അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിലോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സുഹൃത്തുക്കളെയും ഗവേഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി ബുക്കുകൾ ഈ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു ഫോക്കൽ പോയിൻ്റ്, ഈ രചനകളുടെയൊക്കെ ഫോക്കൽ പോയിൻ്റ്, അത് മധ്യകാല ക്ലാസിക് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അമൂല്യ കയ്യെഴുത്ത് പ്രതികളെ അദ്ദേഹം പുനർസൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ലഭിച്ചിരുന്ന ഉസ്മാനി ഖിലാഫത്തിൻ്റെ തന്നെ പാരമ്പര്യം ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മാനുസ്ക്രിപ്റ്റുകൾ, ഡോക്യുമെൻറ്റുകൾ അദ്ദേഹം ഇറാൻ, ഇറാഖ്, അറബ് നാടുകൾ, തുർക്കിയുമായി ഖിലാഫത്തുമായി ബന്ധമുണ്ടായിരുന്ന വൈജ്ഞാനിക കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് അവിടുന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുകയും മാനുസ്ക്രിപ്റ്റ് കളക്ട് ചെയ്യുകയും ഡോക്യുമെൻറ്റുകളൊക്കെ കളക്ട് ചെയ്യുകയും അത് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ ഇതിനോടനുബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് അനുബന്ധിച്ച് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ലൈബ്രറിയിൽ അദ്ദേഹം സൂക്ഷിച്ച് വെക്കുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ സ്വയം ഒരു സ്കിൽഡായ മനുഷ്യനും കൂടിയായിരുന്നു. സ്വന്തമായി ഈ കിട്ടുന്ന മാനുസ്ക്രിപ്റ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന എല്ലാത്തിനെയും സ്വന്തമായി തന്നെ ബൈൻഡ് ചെയ്ത് പുസ്തകങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പണി കൂടെ സ്വന്തമായി ചെയ്തിരുന്നു. അതിന് പ്രത്യേകം ജോലിക്കാരെ അദ്ദേഹം നിയമിച്ചിരുന്നില്ല. അതായത് ഒരു പണി സ്വന്തമായി തന്നെ പെർഫെക്ഷനോടുകൂടി പൂർത്തീകരിക്കുക എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമായിരുന്നു, ഒരു വർക്കായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ലൈബ്രറിയിൽ അവിടെ അന്ന് മുസ്ലിം പണ്ഡിതന്മാർ അന്നുവരെ സംഭാവനകൾ അർപ്പിച്ച മേഖലകളിലുള്ള രചനകൾ അദ്ദേഹം കളക്ട് ചെയ്തിരുന്നു. ജിയോഗ്രഫി, ആസ്ട്രോണമി, മ്യൂസിക്, മെക്കാനിക്കൽ സയൻസ്, ഒപ്റ്റിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, അതുപോലെ തന്നെ നാവിഗേഷൻ തുടങ്ങിയ വിഷയങ്ങളിലെ സയൻറ്റിഫിക് വിഷയങ്ങളിലെയും അതുപോലെ തന്നെ ഈ കാർട്ടോഗ്രഫി, മാപ്പുകളെക്കുറിച്ചുള്ള പഠനം, മുസ്ലിം പണ്ഡിതന്മാരുടെ ഉസ്മാനികളുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് മാപ്പുകളെക്കുറിച്ചുള്ള പഠനം. അത് കാരണം സമുദ്രയാത്രകളും സമുദ്രം തന്നെ ഉസ്മാനികളുടെ പ്രധാനപ്പെട്ട ഒരു നാവിക ശക്തി കേന്ദ്രമായിരുന്നു. കച്ചവടങ്ങളിലൂടെയും അതുപോലെ തന്നെ യുദ്ധ പര്യടനങ്ങളിലൂടെയും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ, പീർ റയീസിനെ പോലുള്ള, ബാർബറോസെ പോലുള്ള, അഹമ്മദ് ചലബിയെ പോലുള്ള നിരവധി പണ്ഡിതന്മാർ അവരുടെ കാലത്തിലൊക്കെ ഉണ്ടാക്കിയെടുത്ത മാപ്പുകൾ, അതിൻ്റെ ഒരു റെപ്ലിക്കയും അതുതന്നെയും അല്ലെങ്കിൽ അതിൻ്റെ റെപ്ലിക്കയും അദ്ദേഹം ഈ ലൈബ്രറിയിലും അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തോട് ചേർന്ന് പുനഃസൃഷ്ടിക്കുന്നതും നമുക്ക് കാണാം.
അതിനുശേഷം 1967 അദ്ദേഹം തന്നെയാണ് ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് സയൻസ് ഹെറിറ്റേജ് എന്ന് പറയുന്ന എൻസൈക്ലോപീഡിയ, ഒരു വിജ്ഞാനകോശം രൂപീകരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം 2018 ജൂണിൽ മരണമടയുമ്പോൾ, ജൂൺ 30 അദ്ദേഹം മരണമടയുമ്പോൾ 18ാമത്തെ എൻസൈക്ലോപീഡിയയുടെ രചനയിലായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ജീവിതാവസാനം വരെയും ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്കും ഇസ്ലാമിൻ്റെ പൈതൃകത്തെയും ലോക സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തിക്കാട്ടുക എന്ന സ്വപ്നം ഏറ്റെടുത്ത ആളും കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഈ എൻസൈക്ലോപീഡിയയിൽ ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ്, അറബിക് ലിറ്ററേച്ചറിൻ്റെ നല്ലൊരു ശതമാനം അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ജിയോഗ്രഫി ആവട്ടെ, കാർട്ടോഗ്രഫി ആവട്ടെ അടക്കമുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള വിവിധ ശാസ്ത്രീയ മേഖലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ എൻസൈക്ലോപീഡിയയിൽ ഭാഗങ്ങളാക്കി അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരുന്നു. അങ്ങനെയാണ് 1979 ഇദ്ദേഹത്തിന് കിങ് ഫൈസൽ അവാർഡ് പോലും ലഭിക്കുന്നത്. ശാസ്ത്രീയ മേഖലകളിൽ, ഇസ്ലാമിക വൈജ്ഞാനിക മേഖലകളിൽ, പ്രത്യേകിച്ച് ശാസ്ത്രീയ മേഖലകളിൽ സംഭാവനകൾ അർപ്പിച്ച വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് കിങ് ഫൈസൽ അവാർഡ് പോലും ലഭിക്കുന്നു. ഇതിനെ തുടർന്ന് വിവിധ അറബ് രാജ്യങ്ങളും സംഘടനകളും ആൾക്കാരുമെല്ലാം ഇദ്ദേഹത്തിന് നിരവധി സാമ്പത്തിക സഹായം, ഫണ്ടിങ് നൽകുകയും അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഗവേഷണ പഠനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്തതായും നമുക്ക് കാണാം. 1984 അറബ് ഇസ്ലാമിക് സയൻസ് എന്ന് പറയുന്ന ജേണലും കൂടി അദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. ഈ ജേണലിൽ അദ്ദേഹത്തിന് അതുവരെ ലഭിച്ച എല്ലാ പഠനങ്ങളെയും, ഇസ്ലാമിക ശാസ്ത്രീയ ഗവേഷണങ്ങളെല്ലാം അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അദ്ദേഹം നിരവധി പണ്ഡിതന്മാരുടെ, ശാസ്ത്രീയ കുതുകികളായ വിദ്യാർത്ഥികളുടെയും റിസർച്ചേഴ്സിനെയും ഗവേഷകരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ജേണലിലൂടെ നിരവധി പഠനങ്ങളും കൂടി അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ രചനകളിലെല്ലാം അദ്ദേഹം പ്രധാനമായും എടുത്തു പറയുന്നത് സാധാരണ ഈ യൂറോപ്യൻ നവോത്ഥാനം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇൻഫർമേഷൻ റവല്യൂഷൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഉണ്ടായത് അത് യൂറോ സെൻട്രിക്കായ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഗ്രീക്ക് യൂറോപ്യൻ ശാസ്ത്രീയ ബോധങ്ങളാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്ന വാദത്തെ അദ്ദേഹം ഈ രചനകളിലൂടെയും ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെയും എൻസൈക്ലോപീഡിയയും തന്നെ ഉപയോഗിച്ചുകൊണ്ട് തള്ളിക്കളയുന്നുണ്ട്. കാരണം ഒരു ഡാർക്ക് ഏജ് എന്ന് പറയുന്ന സംഭവം യൂറോപ്യൻ ഭാഗത്ത് ശക്തമായിരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് ഈ നവോത്ഥാനങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ഒരു ഏറ്റുപിടിച്ചത് കൊണ്ട് മാത്രമാണ് യൂറോപ്യൻ നവോത്ഥാനം പോലും സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് പോലും ചില വെസ്റ്റേൺ സ്കോളേഴ്സ് വിളിക്കുന്നത് അത് ഷെയ്ഖ് ഇബ്നു ഖൽദൂനെയാണ്. അദ്ദേഹം ആ കോൺട്രിബ്യൂഷനൊക്കെയും അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഇത് പരാമർശിക്കുന്നത് നമുക്ക് കാണാം. ആ ഒരു തരത്തിൽ ഗ്രീക്ക് തത്വചിന്തയും ഇങ്ങനെയുള്ള ബാക്കിയുള്ള ചിന്തകളെല്ലാം മുസ്ലിങ്ങൾ ഏറ്റെടുക്കുകയും അതിനെ പഠിക്കുകയും ഒരു ഇസ്ലാമിക മാനത്തിലൂടെ വായിക്കുകയും പിന്നെ അതിനൊരു അസിമുലേറ്റ് ചെയ്യുന്ന സ്വഭാവം മുസ്ലിങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ യൂറോപ്യൻ നവോത്ഥാനം ഉണ്ടായത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അന്നത്തെ തുർക്കിയിലെ ഉസ്മാനിയ ഖിലാഫത്തിലെ തന്നെ പ്രധാന പണ്ഡിതന്മാരായ അബൂബക്കർ ഇബ്നു ബഹ്റം, ഔലിയ ചെലബി, പീർ റഈസ് ഇവരുടെ ഭൂമിശാസ്ത്ര പഠനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ശ്രദ്ധേയമായ സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അനത്തോളിയ, ഇറാന്, അറേബ്യൻ ഉപദ്വീപ്, GCC അടക്കമുള്ള ഭാഗങ്ങളിലെല്ലാം ആ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അബൂബക്കർ ഇബ്നു ബഹ്റാമും ഔലിയ ചെലബിയൊക്കെ എഴുതിയ പഠനങ്ങൾ അദ്ദേഹം പുനഃസൃഷ്ടിക്കുകയും അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിൽ അത് ഒരു കാരിക്കേച്ചർ, ഒരു ചിത്രീകരണം നടത്തുക പോലും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിലൊരു മാറ്റം സംഭവിക്കുന്നത് ഈ കാലഘട്ടമൊക്കെ ഇത്രയും വിശദീകരണങ്ങളൊക്കെ ഉണ്ടാവുന്നത് അത് ഇവിടെ വെച്ച് തന്നെയാണ്. അതായത് ജർമ്മനിയിൽ വെച്ച് തന്നെയാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ജർമ്മനിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉണ്ടാവുകയും മ്യൂസിയം ഉണ്ടാക്കുകയും ലൈബ്രറി ഉണ്ടാക്കുകയും ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ആയിരുന്നു അതുവരെയുള്ള ഘട്ടം. എന്നാൽ ഏകദേശം 2000 ശേഷം അവിടെ AK പാർട്ടി, റജബ് തയ്യിബ് എർദോഗാന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാറ്റം സംഭവിക്കുകയും ഒരു ഇസ്ലാമികമായ മുസ്ലിം മാനത്തിലുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും അനുകമ്പ മൂലമുള്ള ഭരണകൂട മാറ്റം തുർക്കിയിൽ സംഭവിക്കുന്നതോടുകൂടി അത് ഫുആദ് സസ്കിനും തുർക്കിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എർദോഗാനെ കണ്ടുമുട്ടുകയും എർദോഗാൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം അദ്ദേഹം 2006 ശേഷം ഇവിടെ ഇസ്താംബൂളിലേക്ക്
താമസം മാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റിയോട് ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയും ഈ മ്യൂസിയമൊക്കെ ഇസ്താംബുളിലേക്ക്, തുർക്കിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിൽ ശക്തമായ ഒരു വിവേചനം അദ്ദേഹം നേരിടുന്നുണ്ട്. അതായത് അതുവരെയും അദ്ദേഹത്തിനോടൊപ്പം നിന്ന ചില യൂറോപ്യൻ, ജർമ്മൻ ഹിസ്റ്റോറിയൻസ് അടക്കമുള്ള ആൾക്കാരെല്ലാം ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹത്തോട് എതിർക്കുകയും അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ വിട്ടുകൊടുക്കാതിരിക്കുകയും മ്യൂസിയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമയുദ്ധങ്ങൾ നടത്തുകയും പിന്നീട് കുറേ 3-4 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് വളരെ കഠിനമായ പരീക്ഷണങ്ങൾ നേരിടുകയും വളരെ വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും, അതായത് സുഹൃത്തുക്കളായ ആൾക്കാരിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ഒരു ശത്രുത നേരിടേണ്ടി വന്ന സാഹചര്യം കൂടിയായിരുന്നു. അതായത് തൻ്റെ സ്വന്തം നാടിലേക്ക് സാഹചര്യം അനുകൂലമായപ്പോൾ തിരിച്ചു പോകാനുള്ള അദ്ദേഹത്തെ ആഗ്രഹത്തെയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെയും തുർക്കിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രയത്നങ്ങളിൽ തടസ്സം നിന്നത് മുൻകാലങ്ങളിൽ തൻ്റെ കൂടെ വർക്ക് ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയും തൻ്റെ മറ്റുള്ള സഹപ്രവർത്തകരുമായിരുന്നു എന്നുള്ള ഓർമ്മ അദ്ദേഹത്തിൻ്റെ വയസ്സ് ആ കാലത്തേക്ക്, അതായത് വളരെ മധ്യവയസ്കർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വേദനപ്പെടുത്തിയതായി നമുക്ക് അറിയാം. 2008 പിന്നീട് സംഭവിച്ചത് AK പാർട്ടി ഭരണകൂടം റജബ് തയ്യിബ് എർദോഗാൻ ഇദ്ദേഹത്തെ ഹാർദവപൂർവ്വമാണ് സ്വീകരിക്കുന്നത്. 2008 മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന ടൂറിസം മിനിസ്ട്രി ഇസ്താംബുൾ ഇസ്ലാം ആൻഡ് ടെക്നോളജി മ്യൂസിയം എന്ന് പറയുന്ന മ്യൂസിയം സ്ഥാപിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ മ്യൂസിയം സ്ഥാപിക്കുന്നത്. 2003 ഫാത്തിഹ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഓഫ് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ഡോക്ടർ ആൻഡ് ഫുആദ് സെസ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്ററി ഓഫ് സയൻസ് ആൻഡ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ പേരിൽ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലും ഉണ്ടാക്കുകയും ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് നൽകുകയും ചെയ്യുന്ന ഉദാഹരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് തുർക്കിയിലെ അങ്കറയിൽ തന്നെ ഒരു സ്ട്രീറ്റിന് ഫുആദ് സെസ്കിൻ്റെ പേര് പോലും നൽകി തുർക്കി ഭരണകൂടം അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. ഈ 94-ാമത്തെ വയസ്സിലാണ് ഫുആദ് സെസ്കിൻ മരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ റജബ് തയ്യിബ് എർദോഗാന് 2019 മരിച്ചതിൻ്റെ തൊട്ടടുത്ത വർഷം അത് ഫുആദ് സെസ്കിൻ വർഷമായി ആചരിക്കും എന്ന ഒരു പ്രഖ്യാപനം പോലും അദ്ദേഹം നടത്തുന്നുണ്ട്. ഇത് വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഫുആദ് സെസ്കിൻ്റെ ഒരു ഓർമ്മകളാണ്. ഈ ഓർമ്മകളെല്ലാം നമ്മെ മനസ്സിലാക്കി തരുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെലുത്തിയ സംഭാവനകളാണ്. ഈ സംഭാവനകളെല്ലാം ഇസ്ലാമിക ലോകത്ത് തന്നെ അത് പ്രധാനമായും എണ്ണപ്പെടേണ്ടതാണ്. ഫുആദ് സെസ്കിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം അധികം ജർമ്മൻ ഭാഷയിലാണ്. പിന്നീട് തുർക്കിയിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ തുർക്കി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയത്. അതിൻ്റെ കൂടെയാണ് അതിൻ്റെ ചില എൻസൈക്ലോപ്പീഡിയ ചില ഭാഗങ്ങൾ പൊതുവെ അറബി ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലോ മറ്റു ഭാഷകളിലോ നമുക്ക് ഇങ്ങനെ ഫുആദ് സെസ്കിൻ്റെ രചനകളായി എന്ന് നമുക്ക് അധികം കാണുവാൻ കഴിയില്ല. ജർമ്മൻ, ഇംഗ്ലീഷ്, തുർക്കി ഭാഷകൾ അറിയുന്നവർക്കാണ് ഫുആദ് സെസ്കിൻ്റെ രചനകളിലേക്ക് കൂടുതൽ ഇറങ്ങാൻ കഴിയുള്ളൂ എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുആദ് സെസ്കിൻ്റെ രചനകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോളിമാത്ത് എന്ന് തന്നെ പറയാം. നമ്മൾ മധ്യകാലഘട്ടത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാരെ കുറിച്ച് പറയുമ്പോൾ അങ്ങ് ഖുർആനിൽ നിന്ന് തുടങ്ങി അവസാനം സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ് അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ളവരായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നതുപോലെ തന്നെ ഫുആദ് സെസ്കിനും ഈ വിഷയങ്ങളിലെല്ലാം ഖുർആൻ, ഹദീസ്, സൂഫിസം, ഔഷധശാസ്ത്രം, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, ഗോളശാസ്ത്രം, കാലാവസ്ഥാ പഠനങ്ങൾ അടക്കമുള്ള ഏകദേശം നല്ലൊരു ശതമാനം വിഷയങ്ങളിലും ആഴത്തിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന ആളായിരുന്നു എന്ന് ഫുആദ് സെസ്കിൻ്റെ ജീവചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓറിയൻ്റലിസ്റ്റ് കാഴ്ചപ്പാടിനെ അതിനെ തിരുത്തുക എന്നുള്ളത് ഫുആദ് സെസ്കിൻ്റെ ജീവിതത്തിലെ പ്രധാന നിയോഗമായി അദ്ദേഹം കണ്ടിരുന്നു. ഇസ്ലാമിക ഖുർആനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ഹദീസിൻ്റെ നിർദ്ധാരണവും അതിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഓറിയൻ്റലിസ്റ്റുകളുടെ വിമർശനവും ഹദീസ് വിമർശനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലായിരുന്നു അത്. മുസ്ലിം നാടുകളിൽ ഹദീസ് നിഷേധം ശക്തമാവുന്നു. കാരണം അതിലെ മുത്തവാത്തിറുകളെക്കുറിച്ചും അതിൻ്റെ റിപ്പോർട്ടിനെക്കുറിച്ചും അതിൻ്റെ റിപ്പോർട്ടുകളുടെ ബേസിനെയും സോഴ്സുകളെക്കുറിച്ചുമെല്ലാം സംശയങ്ങൾ ജനിപ്പിക്കുകയും
അതിനെതിരെ ഒരു ശക്തമായ അറ്റാക്കുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഫുആദ് സസ്കിൻ ഹദീസ് മേഖലയിൽ പ്രത്യേകം ശ്രദ്ധയൂന്നുകയും അതിൽ PhD ചെയ്യുകയും അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പഠനങ്ങളുടെ പ്രധാന ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഇതാണ് ഫുആദ് സസ്കിൻ്റെ ജീവിതത്തിലെ പ്രധാന ചരിത്ര നിമിഷങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുആദ് സസ്കിൻ എന്ന് പറയുന്നത് സാമ്പ്രദായികമായി നമ്മൾ മുമ്പ് വിശദീകരിച്ചതുപോലുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനല്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ ഇസ്താംബൂളിലും അവിടെയുള്ള ആ മ്യൂസിയമാണ്. അതിൽ നമ്മൾ സഹ്റാവി അടക്കമുള്ള അബൂബക്കർ റാസി, സഹ്റാവി, അതുപോലെ തന്നെ ജാബിർ ഇബ്നു ഹയ്യാൻ, ഖവാറസ്മി, അൽബിറൂനി അടക്കം പ്രമുഖരായ ഇബ്നു സീനയുമൊക്കെ അടക്കമുള്ള പ്രമുഖരായ ഇസ്ലാമിക ലോകത്തു നിന്നുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെയും ഫിസിഷ്യന്മാരെയും ശാസ്ത്രജ്ഞന്മാരുടെയും എല്ലാ ടൂളുകളെയും അദ്ദേഹം പുനർസൃഷ്ടിച്ചു എന്നുള്ളതാണ്. അത്രത്തോളം ആഴത്തിൽ അന്വേഷണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അതിനുവേണ്ടി ദീർഘയാത്രകൾ അദ്ദേഹം നടത്തിയിരുന്നു. ആ രേഖകളെല്ലാം ഇന്നും അതുപോലെ അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിൽ അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ തുർക്കി ഉസ്മാനിയ ഖിലാഫത്ത് അറബ് ലോകവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പോലും ഫുആദ് സസ്കിൻ്റെ പഠനങ്ങൾ നമുക്ക് കാണാം. ഫുആദ് സസ്കിനെ കുറിച്ച് ഇന്നും നിരവധി പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന കാലത്തും ഇപ്പോഴും എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ പേരിൽ സെമിനാറുകളും പ്രത്യേകിച്ച് സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തുർക്കി യൂണിവേഴ്സിറ്റികൾ പലതും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലരും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മുന്നിൽ വെച്ചുകൊണ്ട് സെമിനാറുകൾ നടത്തുന്ന ഒരു ഘട്ടവും കൂടിയാണ്. ഈ ഒരു തരത്തിൽ അവിടുത്തെ തുർക്കിയുടെ അല്ലെങ്കിൽ ജർമ്മനിയിലെയും തുർക്കിയിലെയും അറബ് ലോകത്ത് പോലും ഫുആദ് സസ്കിൻ ഒരു പ്രധാനപ്പെട്ട നാമമായി മാറി. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക വ്യവഹാരങ്ങൾ നശിച്ചിട്ടില്ല, അത് തീർന്നിട്ടില്ല. അതുപോലെ തന്നെ അതിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഫുആദ് സസ്കിൻ്റെ തന്നെ ഒരുപാട് ശിഷ്യഗണങ്ങൾ ആ വർക്കുകൾ ഏറ്റെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിരവധി പഠനങ്ങൾ ഇപ്പോൾ തുർക്കി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുവേ നമ്മൾ പറയുന്നത് ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾ അബ്ബാസി ഖിലാഫത്തിൻ്റെയോ അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടിൻ്റെയോ ശേഷം അവിടെ ഇല്ലാതായി നശിച്ചു പോയി എന്ന് പറയുന്ന ഒരു പൊതുവാദമുണ്ട്. അത് വളരെ അബദ്ധം നിറഞ്ഞതാണ് എന്നുള്ളതാണ്. കാരണം തുർക്കി അല്ലെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്ത് എന്നത് തന്നെ ശക്തമാവുന്നത് 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. ആ ഉസ്മാനിയ ഖിലാഫത്തിൽ നടന്ന ഗവേഷണ പഠനങ്ങളുടെയൊക്കെ ഒരു ബാക്കി പത്രം മാത്രമാണ് ഫുആദ് സസ്കിൻ. അതുകൊണ്ട് തന്നെ ഈ പേർഷ്യൻ അറബ് വംശത്തിലുണ്ടായ വൈജ്ഞാനിക വികാസവും അവരുടെ പതനത്തോടുകൂടി ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾ നിലച്ചു എന്ന് പറയുന്ന വാദം വളരെ തെറ്റാണെന്ന് മനസ്സിലാക്കുവാൻ അത് ഫുആദ് സസ്കിൻ്റെ രചനകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഫുആദ് സസ്കിൻ ഗ്രീക്ക് യൂറോസെൻട്രിക്കായ വൈജ്ഞാനിക വ്യവഹാരങ്ങളാണ് ലോകത്തിന് സംഭാവനകൾ അർപ്പിച്ചത് എന്ന വാദത്തിന് പകരമായി ഈ യൂറോപ്യൻ നവോത്ഥാനം പോലും ഇസ്ലാമിക ലോകത്ത് നിന്നുണ്ടായ ശാസ്ത്രീയ വികാസത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്ന ഒരു വസ്തുത ജർമ്മനിയിൽ നിന്നുകൊണ്ട് അവർക്ക് അവരുടെ മുൻപിൽ സമർപ്പിക്കുവാനും ആ ലോക ജനതയുടെ മുമ്പിൽ അത് മുന്നോട്ട് വെക്കുവാനും ഫുആദ് സസ്കിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരുകൾ വീണ്ടും വീണ്ടും സ്മരിക്കുകയും ആ ഗവേഷണങ്ങൾ വീണ്ടും അദ്ദേഹം തുടങ്ങി വെച്ച ഗവേഷണങ്ങൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ അനുയായികളോ ശിഷ്യന്മാരോ തുടരുന്നുണ്ട് എന്നുള്ള അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് ഏതെങ്കിലും പേർഷ്യൻ അറബ് ഭാഗത്ത് മാത്രമല്ല, തുർക്കി ഭാഗത്തും കൂടി ഉണ്ട് എന്ന ഒരു വസ്തുത ഉറപ്പിക്കുന്നതാണ് ഫുആദ് സസ്കിൻ്റെ സംഭാവനകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.